എല്ലാരും ഉണ്ടല്ലോ, ഞാനിപ്പം വരാവേ. പോയിട്ട് വാ. എന്നാലും നമ്മുടെ നാടിനെ പറ്റിയ ഒരു പറ്റേ ദ്രോഹി കാരണം ഇപ്പൊ ഒന്നും അകത്തൂടാൻ പറ്റുന്ന പുറത്തൂടാൻ പറ്റാത്ത അവസ്ഥയില്ല. നേരാടി വെയിലത്തുണക്കിയ കാലം മറന്ന് ഭർത്താവേ. ചേച്ചി അറിഞ്ഞോ, ലീലാമ്മ ആ പൊണ്ണം പട്ടിയെ തുറന്നു വിട്ട് ആ പട്ടിക്കുട്ടി വരെ തുണി ഉണക്കാനിട്ടതാ. അതുവരെ അവൻ അടിച്ചോണ്ട് പോയി. അത്രയും വലിയ വീട്ടിൽ നിന്നൊക്കെ അവൻ എടുത്തോണ്ട് പോവാമെങ്കിൽ നമ്മുടെ ചായ്പൊക്കെ അവനൊരു പ്രശ്നമാണോ ചേച്ചി? ഈ തുണിയുടെ കളർ മൊത്തം പോകുന്നുണ്ടല്ലോ ചേച്ചി. കൂടിയത് മേടിച്ചിട്ട് എന്തിനാടി? ആ വൃത്തികെട്ടവന് കണ്ടിട്ട് പോവാനല്ലേ. ശശിയേട്ടാ, എന്താടി പെണ്ണെ? ഒന്നിങ്ങി വന്നേ. എന്നാടി പെണ്ണെ? ഒന്നിങ്ങി വന്നേ. വാ. എടോ മനുഷ്യ, തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ? എനിക്കില്ലാത്ത എന്താണോ ആ പോലീസുകാരുടെ പെണ്ണിനുള്ളത്? ഞാൻ കാണിച്ചു തരാണോ തന്നെ കണ്ട പെണ്ണുങ്ങൾ പുറകെ നടക്കണം. പോലീസുകാരന്റെ ഭാര്യ എന്നെ തല്ലിക്കൊല്ലണേ. അയൽക്കൂട്ടത്തിന്റെ ലോൺ ഉടനെ എങ്ങനെ കിട്ടുവാടി? ആർക്കറിയാൻ ചേച്ചി, ഞാനും അപേക്ഷ വെച്ചിട്ടുണ്ട്. എനിക്ക് താല്പര്യം ആ കാട്ടിനിടയിൽ ആരോ ഉണ്ടല്ലോ. ഏത് നാറിയാടാ അത്? ഈ നാറിയാ കർത്താവേ, തന്നെ തന്നെ ഇത് ഞാൻ കൊല്ലോടും. വൈകിട്ടൊന്ന് കാണക്കട്ടാ. പോടാറി. ഓ എന്താടാ നോക്കി നടന്നൂടെ? അച്ചോ, പട്ടിക്കൂട്ടി കിടന്നവരെ അടിച്ചിട്ട് പോയച്ചോ. എന്നാ ഒപ്പിച്ചണ്ടാണോ വരുന്നത്? ഒരു കാര്യമുണ്ട്. അയ്യോ, അറിഞ്ഞാ ലീലാമ്മയുടെ പട്ടിക്കൂട്ടിയിട്ടിരുന്ന സാധനം അടിച്ചിട്ട് പോയി. പോയാ? ഓ, ഒടുക്കത്ത മഴയും വന്നിട്ട്. അടുത്തതാള് വരുന്നുണ്ടല്ലോ. കുട്ടപ്പഞ്ചേട്ടോ, കറക്കടവാപ്പന്നെ ഒരുപടി ചോറ് കൊടുക്കട്ടെ. ഓടാനാറി. മനുഷ്യനെ കാണാത്ത പോലെ. ശശിയേ, ഇതെന്തോന്നാടാ നിന്റെ കഴുത്തേ കിടക്കണ്? വടമാലേ? അയ്യോ, ഞാൻ മടുത്ത്. ഈ നശിഞ്ഞാട് കൊണ്ട് ഞാൻ മടുത്ത്. കുറെ വേലിപ്പത്തലും നീല വെയിലിയും കുറെ കുളിക്കുളവും കുറെ പെണ്ണുങ്ങളും. ഞാൻ മടുത്ത്. പണ്ട് നിക്കോളാസ് സാഹിബ് അമേരിക്കയിൽ നിന്ന് കായൽ കാണാൻ വന്നപ്പോൾ എന്നെ വിളിച്ചാ. എൻ്റെ തലപോക്കിന് ഞാൻ പോയില്ല. പോയാ മതിയായിരുന്നു. ചേട്ടാ, ഒരു ചായ. നിന്നെ ആര് വിളിച്ചെന്നാണ്ട? നിന്റെ ഈ തള്ളി നിർത്താറായില്ല. ഇച്ചിരി സ്വസ്ഥതാടാ ശശി. നീ ഇങ്ങനെ തള്ളി പുരപ്പുറത്ത് കയറ്റല്ലേ? ആണടാ, ഞാൻ സ്വസ്ഥക്കേടാ. എൻ്റെ പെണ്ണുമ്പിള്ളക്ക് വരെ. അതാ ഞാൻ ഈ പറഞ്ഞ നാട്ടിൽ നിന്ന് പോകണമെന്ന് എൻ്റെ തലയും കൊണ്ട്. എടാ, സുധാകരന്റെ ഭാര്യ ലീലാമ്മ പട്ടിക്കൂട്ടിൽ അലക്കിയിട്ടതും കണ്ടില്ലെന്ന് കേട്ടല്ല. ഇടാ, മുട്ടക്കാട്ടം പട്ടിനെയും കാണാനില്ലെന്ന് പറയണ. ഇങ്ങനെ എന്ത് ഇവിടെ പോയി? അടിച്ചോണ്ട് പോണ സാധനത്തിന് കാവലിരിക്കാനായിരിക്കും അവൻ പട്ടീനെ അടിച്ചോണ്ട് പോണത്.
എന്തായാലും അവൻ നിസാരക്കാരനല്ല, ഭീകരനാണവൻ. ഏതാടാ ഈ വേട്ടവിളിയൻ? അത് നമ്മുടെ ഊത്തമകന്റെ മകന വല്ലപ്പോഴേ നാട്ടിൽ വരുള്ളൂ. ഈ സാധനം കടിക്കുക. പറയാൻ പറ്റിയാലോ, ജനം വേറെയാണ്. ഇവൻ എന്താണ് പണി? ഇവനതൊക്കെ തന്നെയാണ് പണി. ഓൾഡ് മാൻ, 1 ബൂസ്റ്റ് പ്ലീസ്. എന്തായി ബടി? എന്താണ് ചനി പാട്ടേക്കാൻ വേണ്ടിട്ട് വല്ല ബർഗറും വെക്കാൻ പാടില്ലേ? എന്ത് ഷോകൂണ്. ടീമൊക്കെ ഇപ്പോഴും വിത്തൗട്ട് തന്നെയാണല്ലേ. ബടി ബൂസ്റ്റ് റെഡി ആവോ? നോ നെവർ. ചേട്ടോ ഒരു ചായ. ഇവനേതാ പുതിയ ഐറ്റം? ഇവനേതാ? പക്ഷെ എന്ത് ബാഡണി കിറക്കൊന്നും ഒരു മാറ്റൂലല്ല സാറേ. അക്കളനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? അതൊക്കെ നടക്കേണ്ടത് തോമച്ചാ, ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ കോളാണല്ലോ. തോമസ് പോകണോ? ആ ഞാൻ പോയിട്ട് വരാം. ആ പറയച്ചോ, ഞാൻ വരാം ഇപ്പോൾ വരാം. അച്ചോ ഈശോ സ്തുതിയായിരിക്കട്ടെ. തനിക്ക് നന്നാൻ ഉദ്ദേശം ഇല്ലോടോ? താൻ വീണ്ടും പണി തുടങ്ങിയല്ലേ? ഞാൻ ചെയ്തില്ലച്ചോ, ഞാനെല്ലാം ഏറ്റു പറഞ്ഞില്ല അച്ചോ. പിന്നെ ആരാടോ അത്? മൊത്തം ശത്രുക്കളാണച്ചോ. ഒരു ശത്രു സംഹാര കുർബാന നടത്തി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം അച്ചോ. അച്ചോ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എന്റെ കർത്താവേ, കടുവയെ പിടിച്ച കിടുവയോ? ഇയാളല്ലെങ്കിൽ പിന്നെ ഇതാരാണപ്പോ? വേറെ ഊളകളാ. ശശി, ഇതാരെ വീശാൻ പോകുവാണ്? ഏതായാലും നിന്റെ വീട്ടിലേക്കല്ല. ഇങ്ങനെ നടന്നാൽ മതിയോ? ഇതിനൊരു തീരുമാനമാക്കണ്ടേ? എന്റെ കാര്യത്തിൽ തീരുമാനമാക്കി വെച്ചിരിക്കുകയാണ് ആ താടക. നമുക്കൊരു കാര്യം ചെയ്യാം. ആ അടുത്ത പഞ്ചായത്തിൽ ഒരു തോക്കുകാരനുണ്ട്, അയാളെ വിളിച്ച് വെടിവെച്ചിടാം. ആ ഐഡിയ. അതുപോലെ അതാരാണ്? തോക്കുകാരൻ ഉമ്മച്ചൻ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പുള്ളിക്ക് പകല് കണ്ണ് കാണാൻ വയ്യ. രാത്രി കാണാല്ല. വെടി വെക്കാൻ നല്ലത് രാത്രി തന്നെയാണ്, അറിയാവോ? എന്നാലും അയാളോട് നാളെ തന്നെ ഇങ്ങ് വരാൻ പറ. ആര് പറഞ്ഞാ വരുമോ ഇയാള്? അതൊക്കെ ഞാനേറ്റി. അതിനുള്ള ആളെ എൻ്റെ കൈവശമുണ്ട്. ഞാൻ വിളിച്ചാൽ ആളിവിടെ പറന്നെത്തി വിടാം. പറന്നു വന്നാലും നിരങ്ങി വന്നാലും വെടിവെക്കണം. വെപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ജെമ്മിത്തോട് നിവാസികളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. നമ്മുടെ നീറുന്ന പ്രശ്നത്തിന് പരിഹാരമായി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ തോക്കുകാരൻ ഉമ്മച്ചൻ കടന്നു വരുന്നു. ഈ നാടിന്റെ പൊന്നോമന പുത്രൻ തോക്കുകാരൻ ഉമ്മച്ചൻ ഈ രാജവീതിയിലൂടെ കടന്നു വരികയാണ്. കാലമെഴുതി വെച്ച ഇതിഹാസ പുസ്തകത്തിന്റെ ഇതിഹാസ പുരുഷൻ കടന്നു വരികയാണ് ഈ രാജവീതിയിലൂടെ. നമ്മെ കാണുവാൻ, നമ്മുടെ നാടിന്റെ പ്രശ്നം ഉന്നയിക്കുവാൻ കടന്നു വരുന്നു. ഈ രാജവീതിയിലൂടെ കടന്നു വരികയാണ് തോക്കുകാരൻ ഉമ്മച്ചൻ. ഈ രാജവീതിയിലൂടെ കടന്നു വരികയാണ്. ഈ രാജവീതിയെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് കടന്നു വരുന്നു തോക്കുകാരൻ ഉമ്മച്ചൻ. നിരവധി യുദ്ധമുഖങ്ങളിൽ തനതായ ശൈലി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശത്രുപാളയത്തിലേക്ക് ഏറ്റുമുട്ടിയ തോക്കുകാരൻ ഉമ്മച്ചൻ കടന്നു വരികയാണ്.
ചേടാ സാറേ നാട്ടിലാകെ പ്രശ്നം. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നമുക്കവനെ വെടിവെച്ചിട്ടേക്കാം. അവനെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ പൂട്ടണം. പുട്ടല്ല പൂട്ടണം. പൂട്ടാം. സാറേ അവനെ എന്തായാലും നമുക്ക് പിടിക്കണം. പിടിക്കാം. അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. മാപ്പല്ലേ അവനെ പിടിച്ചില്ലേ ഞങ്ങൾ പറയിപ്പിച്ചോളാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ പഞ്ചായത്തിന്റെ മാപ്പ്. സാറേ ആ ദ്രോഹി കാരണം മാപ്പും പോയി മാനവും പോയിരിക്കുകയാണ്. അവൻ സ്ഥിരമായിട്ട് ഒരു വീട്ടിൽ കയറുന്നുണ്ട്. അവൻ അവിടെ ഇട്ട് പൂട്ടണം. നമുക്ക് വിശദമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. അവനെ കൊണ്ട് മനുഷ്യന് വലിയ തലവേദന ഇല്ലടാ. അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം സാറേ. നാട്ടുകാർ മൊത്തം കളിക്കണം. എടാ വയറിനൊരു ബൈക്ക് ലഭ്യം. നമുക്ക് വീട്ടിലേക്കൊന്ന് പോയാലാ? ഈ വണ്ടി എടുക്കും. പോയത് നീ നിൽക്കി, ഇപ്പം വരാം. ശരി സാറേ. ഇതോ മനുഷ്യ, താനിതെന്തിനാ എടുക്കുക? എന്റേതും പോയി 2 എണ്ണം. ഞാനിതാർക്കാ പരാതി കൊടുക്കണ്ടേ? ഞാൻ കണ്ടുപിടിച്ച തരാടി, ഒന്ന് കക്കൂസി പോക്കോട്ടെ. അവനെന്താ കക്കൂസിലാണ് ഇരിക്കുന്നേ? ഏത് നേരത്താണ് ഈ മൊഴി? ചെല്ലടി, ചെന്ന് വാർത്ത വായിച്ച് നാട്ടുകാരെ അറിയിക്കും. അതല്ലേ നിന്റെ പണി? അതെ, കഥ അടച്ചിട്ടേക്ക്, ഇല്ലെങ്കിൽ ബാക്കിയുടെ അവൻ എടുത്തിട്ട് പോകും. ആയിക്കോട്ടെ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ സാറേ. നീ വണ്ടി എടുക്ക പോവാ. ഇത് കട്ടർന്ന് ചടിക്കില്ലേ? കുഴപ്പമില്ല. സാറാ സീറ്റിലിരുന്ന ശരിക്കും ഞാൻ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്ത വീട്. 2 മണൽച്ചാക്കുകൾ വേണം. മണൽച്ചാക്കൊന്നുമില്ല, വേണേ 2 പെട്ടി തരാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. എന്താണ് പ്ലാൻ? ഇരയിട്ടാലേ മീൻ കിട്ടൂ. നോക്ക്. വലയിട്ടാലേ എനിക്ക് മീൻ കിട്ടൂ. നിങ്ങളുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട്. എടാ പോയി, ഇത് വല്ലതും നടക്കുവാടാ പോയത്. അയ്യോ വെടിവാളി. കള്ളനെ ചാച്ചി പിടിച്ചേ. കുറെ നാളായി ഞങ്ങളെ പറ്റിക്കാൻ തുടങ്ങി. എനിക്കത് കാണണം. ഈ ചാച്ചി തന്നെയാണ് പിടിച്ചത്. ചാച്ചി തന്നെയാണ് പിടിച്ചത്. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ സാറേ? ഞാൻ ശശിയാ. തള്ളി ശശി സാറേ. ഞാൻ കള്ളനെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. വേഗം വാ. നീ നേരെ നോക്കണ കൂളെ. 1.5 മാസമായിടാ നിനക്ക് വേണ്ടി ഉറക്കളക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്തിന്റെ കഴപ്പാടാ?
ഈ കെട്ടെന്ന് വെച്ചേ അഴിച്ചാ ഓടുക സാറേ. ഇവിടെ പൊന്നൂരിക്കടാ ഇതിന്റെ കച്ചവടം കാണുമോ? ഇത് പിടിച്ചടാ. സാധനം സ്പോട്ടിൽ കിട്ടി. ഊരടാ. ഇവരുടെ തന്നെ എനിക്കറിയാം. എന്തുവാടാ ഇത്? എത്ര നാളായിടാ തുടങ്ങിയിട്ട്? എന്റെ പൊന്നു സാറ്, ഇവിടുത്തെ പല പകൽമാന്യന്മാര് ഈ സാധനം എടുക്കാൻ പോണോ ഞാൻ കണ്ടിട്ടുള്ളതാണ് പല രാത്രിയിലും. അപ്പൊ ഇവർക്ക് ആവശ്യമുള്ള സാധനം ഞാൻ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. എനിക്ക് ആള് കുറച്ച് ഫണ്ടും തരും. ഞാനും ഹാപ്പി, അവരും ഹാപ്പി. പിന്നെ നമ്മ വെക്കണ്ട ഈ കള്ളും കഞ്ചാവൊന്നുമല്ലല്ലോ, ബ്രാശല്ലേ സാറേ. അതൊന്നും വലിയ സീനൊന്നുമല്ല സാറേ. വാടാ.